ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകാൻ UDF-ൽ ധാരണ. വി അബ്ദുൾ ഗഫൂർ ഫിഷറീസ് മന്ത്രിയാകും. ഉന്നത വിദ്യാഭ്യാസം നൽകുമ്പോൾ ഫിഷറീസ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. വിശദാംശങ്ങളുമായി ബിന്നിൽ ഇലാ സാബു ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ബിന്നിൽ, എന്തായാലും നേരത്തെ തന്നെ ഈ ലാറ്റിൻ സഭയൊക്കെ ഒരുപാട് ഇടപെടൽ നടത്തി, പക്ഷേ അതൊന്നും ഫലം കാണുന്നില്ല. മുസ്ലിം ലീഗിലേക്ക് തന്നെ ഫിഷറീസ് വകുപ്പ് പോവുകയാണ്. ലത്തീൻ സഭ കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു. അതായത് അവർക്ക് കോൺഗ്രസ് നിന്ന് ലത്തീൻ സഭയെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രിയില്ല. പക്ഷേ അതിൽ ഇരിക്കെ തന്നെ ആ വകുപ്പ്, ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് നൽകുന്നത് അത് ലീഗിന് നൽകുന്നത് ശരിയല്ല. അത് ഷിബു ബേബി ജോൺ ഘടകകക്ഷിക്ക് നൽകുന്ന കാര്യമെങ്കിലും പരിഗണിക്കണം എന്നായിരുന്നു ലത്തീൻ സഭയുടെ ഒരു ആവശ്യമായി ഉയർന്നത്. പക്ഷേ നേരത്തെ തന്നെ ഇതിൽ ധാരണയായി എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. അത് ലീഗിന് വെച്ചുമാറാം. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസവും ഒരു മന്ത്രിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും രണ്ട് മന്ത്രിമാരായി. ആ സ്ഥിതി തുടരട്ടെ എന്നായിരുന്നു UDF-ൽ കോൺഗ്രസ് പറഞ്ഞത്. അങ്ങനെ റോജി എം ജോണിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ ഫിഷറീസ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടത്. ലീഗിന്റെ ആ ആവശ്യം ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് അംഗീകരിച്ചതാണ്. പിന്നീടാണ് ലത്തീൻ സഭ ഇതിൽ എതിർപ്പ് അറിയിച്ചത്. അവർ പറഞ്ഞ കാര്യം M. വിൻസെന്റ് മന്ത്രിയാകും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അന്തർനാടകങ്ങൾ ഒരുപാട് ഉണ്ടായി എന്നാണ് വികാരി ജനറൽ യൂജിൻ പെരേര കുറ്റപ്പെടുത്തിയത്. പിന്നീട് ഈ വകുപ്പ് ആ സമുദായത്തിൽ നിന്നുള്ള ഘടകകക്ഷിയായ RSPയുടെ ഷിബു വിവിജൻ നൽകുന്ന കാര്യം പരിഗണിക്കണം. അക്കാര്യം ഈ വിഷയം ഫിഷറീസ് വകുപ്പ് ഷിബുവിന് നൽകുന്ന കാര്യം ആലോചിച്ചിരുന്നെങ്കിൽ, അദ്ദേഹവുമായി സംസാരിച്ചിരുന്നെങ്കിൽ അത് പരിഗണിക്കുമായിരുന്നു. അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുക്കുമായിരുന്നു. അത്തരം കാര്യം ഉണ്ടായില്ല. അവസാന നിമിഷം പോലും ലത്തീൻ സഭ അത്തരത്തിൽ ആ ചർച്ച ഉണ്ടാകണം, ഷിബു വിവിജോണിലേക്ക് പരിഗണിക്കണം എന്നായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ ലീഗിന് ആ വകുപ്പ് നൽകിയിരിക്കുന്നു. ഇന്ന് നൽകിയ ലോക്ഭവന് ഇന്നാണ് അന്തിമ വകുപ്പ് അടക്കമുള്ള മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാവിലെയാണ് കൈമാറിയത്. ആ കൈമാറിയ പട്ടികയിൽ വി അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിലുള്ള അംഗമാണ്, ലീഗിന്റെ MLA ആണ്. അദ്ദേഹത്തിനാണ് ആ വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ലീഗിന്റെ 5 മന്ത്രിമാരിൽ ഇപ്പോൾ അബ്ദുൾ ഗഫൂറിനാണ് ഫിഷറീസ് വകുപ്പുള്ളത്. അദ്ദേഹമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ലത്തീൻ സഭ ഇക്കാര്യത്തിൽ ഇനി എന്ത് പ്രതികരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതാണ് കാരണം. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് തന്നെ ഒരു ചർച്ചയൊക്കെ നടത്തി. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. എങ്കിൽ കൂടി ഈ തരത്തിൽ ലീഗിലേക്ക് ഫിഷറീസ് വകുപ്പ് പോകുന്നത് കാണുമ്പോൾ അത് ലീഗിന്റെ കൂടി ആ സമ്മർദ്ദം വിജയിച്ചു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവർ തുടക്കം മുതൽ പറയുന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് കൈമാറുമ്പോൾ, അത് കോൺഗ്രസ് നൽകുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് ഞങ്ങൾക്ക് വേണം എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടത്. അവർ തന്നെയാണ് ഫിഷറീസ് എന്ന കാര്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കോൺഗ്രസ് അത് ചർച്ച ചെയ്യുകയും വകുപ്പ് നൽകാം, ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോൺ നൽകുമ്പോൾ ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ വിമർശനം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരു കാര്യം, ലീഗിന് വഴങ്ങുന്ന ഒരു സംവിധാനമായി UDF മാറി എന്നാണ് അവരുടെ വിമർശനമുള്ളത്. പ്രത്യേകിച്ച് അവിടെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച വന്നപ്പോൾ ലീഗ് ഒറ്റക്കെട്ടായി ഒരേ കാര്യം പറഞ്ഞത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇത് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സാദിഖലി തങ്ങളാണ്, മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് കോൺഗ്രസ് വഴങ്ങി എന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അത്തരം ചർച്ചകൾ ഫിഷറീസ് വകുപ്പിന് വേണ്ടി ലത്തീൻ സഭ ഇടപെട്ടപ്പോൾ അത് ലീഗിന് വഴങ്ങി അവിടേക്ക് നൽകുന്നു, ലീഗിന്റെ സമ്മർദ്ദത്തിന് വീണ്ടും വഴങ്ങുന്നു എന്ന രീതിയിലേക്കായിരിക്കും പ്രചരണമൊക്കെ ഉണ്ടാവുക. അത്തരം ചർച്ചകൾ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഉണ്ടായിരുന്നതാണ്. നിലവിൽ ആ രീതിയിലായിരിക്കും ഇതിനെ വായിച്ചെടുക്കുക. വിജീഷ്, പിന്നിൽ എന്തായാലും ഈ വകുപ്പ് വിഭജനമൊക്കെ വൈകിയോ എന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊക്കെ സാധാരണ സമയം മാത്രമാണ്, ഇതൊക്കെ മാധ്യമ സൃഷ്ടി എന്നാണ് പറഞ്ഞത്. എന്തായാലും വൈകിയെങ്കിൽ കൂടി ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നും ഈ രീതിയിലാണ് വകുപ്പ് വിഭജനം വന്നിരിക്കുന്നത്. ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഇനി ഗവർണറിലേക്ക് പോയ ആ പട്ടികയിൽ എന്താണ് നൽകിയതെന്ന് പൂർണ്ണമായും വരേണ്ടത് അത് ഇനിയും വന്നിട്ടുമില്ല. ഋജീഷ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ തർക്കമുള്ള വകുപ്പുകൾ മാധ്യമ സൃഷ്ടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ തർക്കമുള്ള വകുപ്പുകളിൽ പല വകുപ്പുകളിൽ തർക്കമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വകുപ്പ് ഫിഷറീസിൽ തർക്കമുണ്ട് എന്നാണ് നിങ്ങൾ വാർത്ത നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അവിടെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമോ ചർച്ചയോ അവിടെ ഉണ്ടായിരുന്നെന്ന്
വ്യക്തമാണ്. നിലവിൽ എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ന്യൂസ് മലയാളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, എക്സൈസ് വകുപ്പ് എം ലിജുവിനാണ് നൽകിയത്. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ വകുപ്പ് തനിക്ക് വേണ്ട എന്നായിരുന്നു എം ലിജുവിന്റെ നിലപാട്. അത് അദ്ദേഹം പറയാൻ കാരണം സാമുദായിക പരിഗണന വെച്ച് എക്സൈസ് വകുപ്പ് വേണ്ട എന്നാണ് അദ്ദേഹം നിലപാടെടുത്തത്. പക്ഷേ അങ്ങനെയെങ്കിൽ പിന്നീട് കോൺഗ്രസ് ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം പറഞ്ഞത് എക്സൈസ് വകുപ്പ് ലിജുവിനെ കൈകാര്യം ചെയ്യണമെന്നാണ് നേതൃത്വം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങി. അങ്ങനെയെങ്കിൽ മറ്റൊരു വകുപ്പ് കൂടി തനിക്ക് വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ സഹകരണ വകുപ്പ് അദ്ദേഹത്തിന് നൽകാൻ തീരുമാനമായി എന്നുള്ളതാണ്. ഈ പട്ടികയിൽ സഹകരണം കൂടി എം ലിജുവിനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അവിടെ റോജി എം ജോണിനെ പട്ടികയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസം നൽകാമെന്ന ധാരണയായിരുന്നു. ആ ധാരണയായതാണ്. മറ്റൊന്ന് സി പി ജോണിനെ സംബന്ധിച്ചാണ്. സി എം പിക്ക് നൽകിയ ഒരു വകുപ്പ്, സി പി ജോൺ നൽകിയ വകുപ്പ് ഗതാഗതമാണ്. പക്ഷേ ആ വകുപ്പ് വേണ്ടതില്ല, സഹകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് സി പി ജോൺ പറഞ്ഞ ഒരു കാര്യം. പക്ഷേ ആ ചർച്ചയിൽ തീരുമാനമായില്ല. ഒടുവിൽ ഗതാഗതം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ലോക്ഭവനിൽ നിന്നും അധികം വൈകാതെ ആ വിജ്ഞാപനം ഇറങ്ങും. വിജ്ഞാപനം വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഫിഷറീസ് വകുപ്പ് ലീഗിന് തീർച്ചയായും ഫിഷറീസ് വകുപ്പ് വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് മന്ത്രിയാകുമെന്ന കാര്യമാണ് മനസ്സിലാകുന്നത്.